ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LPSAയുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നതുമായ ഉത്തരങ്ങളുടെ ഒരു സീരീസ് ആണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ക്രിയാഗവേഷണം എന്ന ചോദ്യത്തെക്കുറിച്ചും അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയേണ്ട ഉത്തരം എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ക്രിയാഗവേഷണം എന്നാൽ ആക്ഷൻ റിസർച്ച് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പം എന്തൊക്കെയാണ് ഈ ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണിത്. സ്റ്റീഫൻ എം കോറിയാണ് ഈ രീതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക, സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണം എന്ന രീതി ആവിഷ്കരിച്ചത്. സാധാരണ നടത്തുന്ന ഗവേഷണങ്ങളുടെ സാങ്കേതികതയോ വ്യതിചലിക്കാനാവാത്ത നിബന്ധനകളോ ഒന്നും ക്രിയാഗവേഷണത്തിനില്ല. ഒരു ഉപദേശകനും വേണമെന്നില്ല. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകന്റെ വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിയാഗവേഷണം എന്നാൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്, ഒരു അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആ അധ്യാപകൻ തന്നെ പഠിച്ച് അതിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തുന്ന രീതിയാണ് ക്രിയാഗവേഷണം. ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ക്രിയാഗവേഷണത്തെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ വൺ ലൈനിൽ പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി സ്റ്റീഫൻ എം കോറിയാണ് അതിൻ്റെ ആവിഷ്കാരം നടത്തിയിരിക്കുന്നത്. പിന്നെ ഗവേഷണത്തിൽ അനുവർത്തിക്കുന്ന ശാസ്ത്രീയ സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഒരു വലിയൊരു ഗവേഷണത്തിൻ്റെ നിബന്ധനകളൊന്നും ഇല്ലെങ്കിലും ഒരു ഗവേഷണത്തിൽ അനുവർത്തിക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനം ആ നടത്തുന്ന അധ്യാപകന് ഉണ്ടാവണം എന്നുള്ളത് ഇതിൽ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്രിയാഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരു പ്രശ്നം ഒരു അധ്യാപകന് അനുഭവപ്പെട്ടു. അപ്പം അനുഭവപ്പെട്ടതിന് ശേഷം അധ്യാപകൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ക്രിയാഗവേഷണ ഘട്ടങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പം വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ. അപ്പം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന വിവരങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണങ്ങളായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒരു പരികല്പന രൂപീകരിക്കണം. പിന്നെ പ്രശ്നത്തെക്കുറിച്ച് ലഭ്യമായ പ്രസിദ്ധീകരണങ്ങൾ വായിക്കൽ, വിലയിരുത്തൽ, ഇതൊക്കെയാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഘട്ടങ്ങളായിട്ട് പറയുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ച് എല്ലാവരും ഇൻ്റർവ്യൂവിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ആവുക. താങ്ക് യു ഫോർ വാച്ചിങ്.